10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ജിഷ്ണുവിന്റെ സഹോദരി അവിഷ്ണ നീതിക്കായി സമരമുഖത്തിറങ്ങുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം. അമ്മയ്ക്കൊപ്പം തിരുവനന്തപുരത്ത് പോയി സമരം ചെയ്യാനായിരുന്നു തീരുമാനം. എന്നാൽ വീട്ടിൽ മുത്തശ്ശിക്ക് കൂട്ടിനാളില്ലാത്തത് തടസ്സമായി. ഒടുവിൽ വളയത്തെ വീട്ടിൽ തന്നെ നിരാഹാര സമരം കിടക്കാൻ തീരുമാനിച്ചു. ഒപ്പം നാട്ടുകാരും ബന്ധുക്കളും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇപ്പോൾ നാളെ 9 മണി മുതൽ ഈ നാട്ടിലുള്ള ആളുകളും ഇവിടുത്തെ ബന്ധുക്കളും ഈ വീട്ടിൽ നിരാഹാരം ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെ പിന്തുണ ഉണ്ടാവും. ഞങ്ങൾ യുവാക്കളെ സംബന്ധിച്ച് ഈ മുഴുവൻ നാട്ടിലെ യുവാക്കളും ഈ കുടുംബത്തോടൊപ്പം അവസാനം വരെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ പോലീസുകാർ റോഡിലിട്ട് വലിച്ചിഴയ്ക്കുന്ന രംഗം ഇപ്പോഴും ഈ കുഞ്ഞു മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. അവിഷ്ണ SSLC പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു ഏക സഹോദരനായ ജിഷ്ണുവിന്റെ ദാരുണ അന്ത്യം. വീട്ടിലെത്തുന്നവരുടെ മുന്നിൽ ജിഷ്ണുവിനെ കുറിച്ചോർത്ത് പൊട്ടിക്കരയുന്ന അമ്മ മഹിജയുടെ കണ്ണീരൊപ്പിക്കൊണ്ടിരുന്നത് അവിഷ്ണയായിരുന്നു. സംഭവത്തിൽ ജിഷ്ണുവിന്റെ നാടായ വളയത്ത് പ്രതിഷേധങ്ങൾ അണപൊട്ടിയപ്പോഴും തങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങൾ മൗനം പാലിച്ചതും ഇവരുടെ സങ്കടം ഇരട്ടിയാക്കി. KV ബൈജു, റിപ്പോർട്ടർ, കോഴിക്കോട്.